മഹാനടന്റെ തിരിച്ചുവരവിനായി 8 മാസത്തോളമാണ് മലയാളി പ്രേക്ഷകർ കാത്തിരുന്നത്. ആ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആയിരുന്നില്ലെന്ന് അടിവരയിട്ട് പറയാൻ കളങ്കാവൽ എന്ന സിനിമ ധാരാളമാണ്. നിരവധിയായ വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടി തന്റെ സ്ഥാനം ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്ന സിനിമയാവുകയാണ് കളങ്കാവൽ. ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിയെയാണ് പ്രേക്ഷകർ കളങ്കാവലിൽ കണ്ടുമുട്ടുന്നത്. അത്രമേൽ ഭീകരവും സങ്കീർണവുമാണ് സൈക്കോപാത്ത് പ്രതിനായക കഥാപാത്രമായ സ്റ്റാൻലി ദാസ്. കഥാപാത്രത്തിന്റെ ദുഷ്ടതകളും ക്രൂരതയും മമ്മൂട്ടി അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നായക കഥാപാത്രമായി നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ പ്രതിനായകനായുള്ള വേഷപ്പകർച്ച സിനിമാ പ്രേമികളെ ആകെ ഞെട്ടിച്ചു. ഓരോ ചലനങ്ങളിലും ഓരോ നോട്ടത്തിലും സ്റ്റാൻലി ദാസ് കാഴ്ചക്കാരെ ഭയപ്പെടുത്തി. തന്നിലെ അഭിനയ പ്രതിഭയുടെ കയ്യൊപ്പ് തന്നെ മമ്മൂട്ടി ഈ കഥാപാത്രത്തിൽ ചാർത്തുന്നുണ്ട്. ഈ സിനിമയിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു തിരിച്ചു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല എന്നാണ് സിനിമയുടെ പ്രീ റിലീസ് ഇവന്റുകളിൽ മമ്മൂട്ടി പറഞ്ഞത്. ആ വാക്കുകളെ ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയായിരുന്നു സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം. ടാഗ്ലൈൻ സൂചിപ്പിക്കുന്നത് പോലെ ഉള്ളിലെ വിഷം എന്നേക്കുമായി അടിച്ചമർത്താൻ കഴിയാത്ത വിചിത്രവും സങ്കീർണവുമായ മാനസിക ഘടനയുള്ള ഒരു സൈക്കോപാത്തിന്റെ കഥയാണ് കളങ്കാവൽ പറയുന്നത്. ശക്തമായ സ്റ്റോറിയിലായാലും അതിഗംഭീരമായ അഭിനേതാക്കളുടെ പ്രകടനവും സിനിമയുടെ കേന്ദ്ര ബിന്ദുവാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽ ഏറ്റവും സങ്കീർണമാണ് സീരിയൽ കില്ലർമാരുടെ കഥകൾ. മിക്കതും യഥാർത്ഥ സംഭവങ്ങളോ അവയോട് സാമ്യമുള്ളതോ എന്നതാണ് കാരണം. അത്തരം കുറ്റവാളികളുടെ മനോനിലയും അത് രൂപപ്പെടാനിടയായ സാഹചര്യങ്ങളുമെല്ലാം അതിസങ്കീർണമായിരിക്കും. അത്തരം സങ്കീർണതകളുടെ പ്രദർശനം ഓവറായാൽ സിനിമ കൈവിട്ടുപോകും. അതുണ്ടാകാതെ ഒരു ഡയലോഗ് പോലുമില്ലാതെ സ്റ്റാൻലി ദാസ് എന്ന വില്ലൻ എങ്ങനെയുണ്ടായെന്ന് ബോധ്യപ്പെടുത്താൻ സംവിധായകന് കഴിഞ്ഞു. അതിനുപയോഗിച്ചത് ഏതാനും പഴയ ഫോട്ടോഗ്രാഫുകളുടെ അവ്യക്തമായ ദൃശ്യങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ മലയാളത്തിന് ഇനിയുമേറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി കളങ്കാവൽ എന്ന സിനിമയിലൂടെ ലഭിച്ചു. ദുൽഖർ സൽമാന്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസകൾ അന്നും നേടിയിരുന്നു. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്. നടന്ന സംഭവത്തിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് സിനിമയെന്ന് ആദ്യഘട്ടത്തിൽ പ്രചരിക്കപ്പെട്ടെങ്കിലും ഇത് അണിയറ പ്രവർത്തകർ നിഷേധിച്ചു. പ്രചരിക്കപ്പെട്ട യഥാർത്ഥ സംഭവത്തിന്റെ അടിസ്ഥാന തന്തു മാത്രമാണ് ചിത്രത്തിന് പ്രേരണയായതെന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ വ്യക്തമാകുമെന്നും യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് തീർത്തും വ്യത്യസ്തമായാണ് സിനിമ ഒരുക്കിയതെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. ഇനി കളങ്കാവൽ എന്ന സിനിമയുടെ തലക്കെട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആചാരമാണത്. ആചാരവുമായി കഥയ്ക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും പ്രമേയത്തിന് പേരുമായി വിദൂര സാമ്യമുണ്ട്. മമ്മൂട്ടി വില്ലനായി എത്തിയ കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നത് മുതൽ കളങ്കാവൽ എന്ന പേര് ചർച്ചയായിരുന്നു. രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കുന്ന ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിലൊന്നാണ് കളങ്കാവൽ. തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത്. തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട്. വെള്ളായണി ക്ഷേത്രത്തിൽ മാത്രമല്ല പാച്ചല്ലൂർ, ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിലും കളങ്കാവൽ ചടങ്ങ് ആചരിക്കുന്നുണ്ട്. കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകാത്മക ചടങ്ങാണിത്. കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ദാരികനെ തിരയുന്നതും ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്ക തിരുമുടിയുമായി എത്തുന്നതും ഭക്തർക്ക് അത്ഭുതമാണ്. നന്മ തിന്മകളുടെ പോരാട്ടം എന്ന അർത്ഥം വരുന്ന വാക്കായതുകൊണ്ടാണ് ചിത്രത്തിന് കളങ്കാവൽ എന്ന പേര് തിരഞ്ഞെടുത്തതെന്ന് സംവിധായകൻ ജിതിൻ കെ ജോസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഥ നടക്കുന്ന പശ്ചാത്തലത്തിന് തമിഴ്നാട് സംസ്കാരവുമായി ബന്ധമുണ്ട്. കളങ്കാവൽ എന്ന പേരിന് തമിഴിലും മലയാളത്തിലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നതെന്നും ജിതിൻ പറഞ്ഞിരുന്നു. ഒരുപാട് പേരുകൾ ആലോചിച്ച് അവസാനമാണ് കളങ്കാവൽ എന്നതിലേക്ക് എത്തുന്നതെന്നും ഐതിഹ്യപരമായി ഭദ്രകാളിയുമായി ബന്ധം വരുന്ന പേര് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടമാണ് അർത്ഥമാക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. ആ ഒരു ഐതിഹ്യവുമായോ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചട്ടങ്ങളുമായിട്ടോ കഥയ്ക്ക് ഒരുപക്ഷെ സാദൃശ്യമുണ്ടാകാം. കഥ നടക്കുന്നതും തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലകളിലും അവിടുത്തെ ബോർഡർ ഗ്രാമങ്ങളിലുമൊക്കെയാണ്. കളങ്കാവൽ എന്ന വാക്ക് മലയാളത്തിലും തമിഴിലും ഒരേ അർത്ഥം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കഥയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണക്കിലെടുത്തു തന്നെയാണ് ഈ പേര് തിരഞ്ഞെടുത്തതെന്നും അതെന്തൊക്കെയാണെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാകുമെന്നും ജിതിൻ കെ ജോസ് പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് കഥ പുരോഗമിക്കുന്നത്. കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന തമിഴ് ഗ്രാമങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. തിരുവനന്തപുരത്തിന്റെയും നാഗർകോവിലിന്റെയും ജീവിതവും സംസാര ശൈലിയും പ്രകൃതിയുമെല്ലാം അനുയോജ്യമായ രീതിയിൽ പകർത്താൻ ഫൈസൽ അലിയുടെ ഛായാഗ്രഹണത്തിന് സാധിച്ചു. കാട്ടായിക്കോണത്ത് യുവാക്കൾ തമ്മിലുണ്ടാവുന്ന തർക്കം വർഗീയ ലഹളയിലേക്ക് വളരുന്നതും ഇതിന്റെ അന്വേഷണത്തിനായി നത്ത് എന്ന ഇരട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജയകൃഷ്ണൻ എന്ന പോലീസ് എത്തുന്നതുമാണ് കഥയുടെ ഗതി നിർണ്ണയിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളുടെ കഥ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എസ് ഐ ജയകൃഷ്ണൻ ഈ കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കാൻ നിയോഗിക്കപ്പെടുന്നു. രഹസ്യ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ആ അന്വേഷണത്തിനിടയിൽ ജയകൃഷ്ണൻ നടത്തുന്ന കണ്ടെത്തലുകളാണ് വഴിത്തിരിവാകുന്നത്. പ്രണയിതാവിനൊപ്പം കത്തെഴുതി വെച്ച് അപ്രത്യക്ഷരാകുന്ന സ്ത്രീകൾ.
ഇവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്ന തിരിച്ചറിവ് അന്വേഷണത്തെ ഒരു സീരിയൽ കില്ലറിലേക്ക് എത്തിക്കുകയാണ്. ഒരു കേസിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തിച്ചേരാൻ നിരവധി കാരണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവം മൂലം പലപ്പോഴും അന്വേഷണം വഴിമുട്ടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ കഥയുടെ സാരാംശം പറയുകയാണെങ്കിൽ അത് സ്പോയിലർ ആയേക്കാം. സൈനൈഡ് മോഹന്റെ കഥയല്ല ചിത്രം പറയുന്നതെങ്കിലും ഇതിലെ പ്രധാന കഥാപാത്രവും സൈനൈഡ് ഉപയോഗിക്കുന്നുണ്ട്. നിരവധി യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണിതെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ സൈനൈഡ് മോഹൻ കേസുമായി കളങ്കാവലിന് നേരിട്ട് ബന്ധമില്ലെങ്കിലും പ്രചോദനം ലഭിച്ചിട്ടുണ്ടാവാമെന്ന് മമ്മൂട്ടി തന്നെ പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലാണ് ആരാണ് സൈനൈഡ് മോഹൻ എന്ന് അറിയേണ്ടത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ ചിത്രീകരണം ആരംഭിച്ചതു മുതൽ തന്നെ ഉയർന്നു വന്ന ചോദ്യങ്ങളിലൊന്നാണ് ചിത്രം സൈനൈഡ് മോഹനെ ആസ്പദമാക്കിയുള്ളതാണോ എന്നത്. ചിത്രം ഒരു പ്രത്യേക വിഷയത്തെയോ വ്യക്തിയെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നാണ് സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും വ്യക്തമാക്കിയത്. എന്നാൽ കളങ്കാവലിനു പിന്നാലെ ചർച്ചാ വിഷയമായ സൈനൈഡ് മോഹൻ ആരാണെന്ന് നോക്കാം. വീട്ടിലും നാട്ടിലുമൊക്കെ സൽസ്വഭാവി എന്ന പേരെടുത്ത അധ്യാപകനായിരുന്ന മോഹൻകുമാർ രാജ്യത്തെ ഞെട്ടിച്ചത് അയാൾ ചെയ്തു കൂട്ടിയ സമാനതകളില്ലാത്ത കുറ്റകൃത്യങ്ങളിലൂടെയാണ്. മോഹൻ മാസ്റ്റർ എത്ര പെട്ടെന്നാണ് സൈനൈഡ് മോഹനായി മാറിയതെന്നത് ഇപ്പോഴും ചിലരെയെങ്കിലും അവിശ്വസിപ്പിക്കുന്ന കഥകളിലൊന്നാണ്. 2004 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ കർണാടകയിൽ 20 സ്ത്രീകളെ കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ അഥവാ പരമ്പര കൊലയാളിയാണ് സൈനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ. സ്ത്രീധനം നൽകാൻ കഴിയാത്തവരായ 22-നും 35 വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വശത്താക്കും. പിന്നാലെ ഇരയുമായി ലോഡ്ജിൽ മുറിയെടുത്ത് ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം അടുത്ത ദിവസം രാവിലെ ഗർഭനിരോധന ഗുളിക എന്ന വ്യാജേന സൈനൈഡ് നൽകി കൊലപ്പെടുത്തും. മരണം ഉറപ്പാക്കിയ ശേഷം സ്ത്രീകളുടെ പക്കലുണ്ടായിരുന്ന സ്വർണവും പണവും അപഹരിച്ച് രക്ഷപ്പെടും. ഇതായിരുന്നു ഇയാളുടെ രീതി. കർണാടകയിലെ കന്യാന ഗ്രാമത്തിൽ 1963-ലാണ് മോഹൻകുമാറിന്റെ ജനനം. പഠനത്തിലും കായികത്തിലും മിടുക്കനായ മോഹന് ദക്ഷിണ കന്നഡയിലെ ഒരു പ്രൈമറി സ്കൂളിൽ കായിക അധ്യാപകനായി ജോലി ലഭിച്ചു. 1984 മുതൽ 2003 വരെ ഈ മേഖലയിൽ പ്രവർത്തിച്ചു. 3 വട്ടം മോഹൻ വിവാഹിതനായി. ഇതിൽ ആദ്യത്തെ വിവാഹം അധികനാൾ നീണ്ടു നിൽക്കാതെ ഡിവോഴ്സിൽ കലാശിച്ചു. പിന്നീട് മറ്റു 2 വിവാഹ ബന്ധങ്ങൾ നിലനിൽക്കെ അത് മറച്ചുവെച്ച് മറ്റൊരു സ്ത്രീയുമായി അടുപ്പത്തിലായി. മോഹൻ വിവാഹിതനാണെന്നറിയാതെ വിവാഹത്തിന് നിർബന്ധിച്ച സ്ത്രീയെ ഒഴിവാക്കാനായിരുന്നു പിന്നീട് മോഹന്റെ ശ്രമം. അതിനായി ഇയാൾ ഒരു പാലത്തിന് മുകളിൽ നിന്ന് ഈ യുവതിയെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ യുവതി രക്ഷപ്പെടുകയും ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കുകയും ചെയ്തു. അന്ന് ആദ്യമായാണ് മോഹൻ ജയിലിലെത്തുന്നത്. അതായിരുന്നു മോഹൻ മാസ്റ്ററിൽ നിന്ന് സൈനൈഡ് മോഹനിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം. അവിടെ കണ്ടുമുട്ടിയ സെൽമേറ്റിൽ നിന്നുമാണ് സൈനൈഡിനെ കുറിച്ച് അറിയുന്നത്. വധശ്രമ കേസിൽ കുറച്ചു മാസം ജയിലിൽ കഴിഞ്ഞ മോഹന് തെളിവുകളുടെ അഭാവത്തിൽ പുറത്തിറങ്ങാനായി. പിന്നീടായിരുന്നു കൊലപാതക പരമ്പര. 2007 മെയ് 29-ന് ബംഗളൂരു ഉപ്പാർപേട്ട് KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിക്ക് പുറത്ത് കൂട്ടം കൂടി നിൽക്കുന്ന സ്ത്രീകൾ നേരം ഒരുപാട് കഴിഞ്ഞും തുറക്കാതിരുന്ന ശുചിമുറിയുടെ വാതിൽക്കൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. അകത്തുകയറിയ സ്ത്രീ പുറത്തിറങ്ങിയില്ലെന്നു മാത്രമല്ല, അവരുടെ അനക്കം പോലും കേൾക്കാനില്ല. സഹികെട്ട ആൾക്കൂട്ടം ആ വാതിൽ ബലമായി തള്ളി തുറന്നപ്പോൾ അകത്തെ കാഴ്ച കണ്ട് ഞെട്ടി. സുന്ദരിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. വിവരമറിഞ്ഞ പോലീസ് എത്തി പരിശോധിച്ചെങ്കിലും അവർ ആരെന്നു തെളിയിക്കുന്ന യാതൊരു അടയാളവും കണ്ടെത്താനായില്ല. കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയായിരുന്നു ശുചിമുറിയിൽ മരിച്ചുകിടന്ന അജ്ഞാത യുവതി. മരണകാരണമാകട്ടെ അകത്തു ചെന്ന സൈനൈഡും. വർഷങ്ങൾക്കിപ്പുറത്ത് കർണാടകയിലെ ഹൗസനിലെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതുശൌചാലയത്തിലും സമാനമായ സംഭവം നടന്നു. വിവാഹവസ്ത്രവും കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ ഒരു 22 വയസ്സുകാരിയാണ് അന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവരുടെയും ഐഡന്റിറ്റി വെളിപ്പെടുത്തും വിധം യാതൊന്നും പോലീസിന് ലഭിച്ചില്ല. തനിയെ ശുചിമുറിക്കുള്ളിലെത്തിയ യുവതി സ്വയം ജീവനെടുത്തു. ആരെങ്കിലും അന്വേഷിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കുറച്ചുനാൾ ഭൗതികദേഹം സൂക്ഷിച്ചെങ്കിലും പിന്നീട് അനാഥ ജഡങ്ങൾക്കൊപ്പം സംസ്കരിച്ചു. അവരുടെയും മരണകാരണം സൈനൈഡായിരുന്നു. ഹസനിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് തലേ ദിവസം 140 കിലോമീറ്റർ അകലെയുള്ള മെണ്ട്വാലിൽ അനിത എന്ന സ്ത്രീയെ കാണാതായിരുന്നു. സംഘപരിവാർ ഹിന്ദുത്വ പരീക്ഷണശാലയായിരുന്ന ദക്ഷിണ കന്നഡയിലെ ബണ്ട്വാലയിൽ ആ തിരോധാനം ആളിക്കത്തി. പെൺകുട്ടിയെ ആ പ്രദേശത്തെ മുസ്ലിം പയ്യന്മാർ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയതാണെന്ന് കിംവദന്തി പരന്നു. ലവ് ജിഹാദ് എന്ന ആരോപണം കലാപസമാനമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിയടക്കം ഉന്നതരെല്ലാം സ്ഥലത്തെത്തി പ്രത്യേക അന്വേഷണ സംഘത്തെ വരെ നിയമിച്ചു. അന്വേഷണം തകൃതിയായി തുടരുമ്പോഴും അജ്ഞാതദേഹമായി അനിത ഹസനിൽ എരിഞ്ഞടങ്ങിയിരുന്നു. ഈ യുവതിയുടെ തിരോധാന കേസിലെ അന്വേഷണമാണ് എല്ലാത്തിനും തുടക്കം വെച്ചത്. കേസുമായി ബന്ധപ്പെട്ട് അനിതയുടെ ഫോൺ കോളുകൾ പരിശോധിച്ച ബണ്ട്വാൾ പോലീസ് കാണാതായ മറ്റൊരു പെൺകുട്ടിയുമായി അനിതയ്ക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ആ പെൺകുട്ടിയുടെ ഫോൺ കോൾ പരിശോധിച്ചപ്പോൾ നിരന്തരം ഒരു നമ്പറിൽ നിന്നും കോൾ വന്നതായും ആ നമ്പറിന്റെ ഉടമ കാണാതായ മറ്റൊരു സ്ത്രീയുടേതാണെന്നും മനസ്സിലായി. അങ്ങനെ ലഭിച്ച ഓരോ ലീഡും പോലീസിനെ എത്തിച്ചത് ഒരു തുമ്പും ലഭിക്കാത്ത പുതിയ തിരോധാന കേസുകളിലേക്കാണ്. ഒടുവിൽ
കേസ് വഴിത്തിരിവിലേക്കെത്തി. കാണാതായ പെൺകുട്ടികളുടെ സിം കാർഡുകൾ ഉപയോഗിച്ചിരുന്ന ഫോണുകളുടെ പൊതുവായ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. അവയിൽ ഒരു ഫോൺ മംഗലാപുരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള ലൊക്കേഷൻ ട്രാക്കുമായി ഏകദേശം 20 മിനിറ്റോളം തുടർച്ചയായി ഉപയോഗിച്ചതായി കണ്ടെത്തി. മൊബൈൽ ഫോണിന്റെ ഉടമ അത് തന്റെ ഹാൻഡ്സെറ്റ് ആണെന്ന് സമ്മതിച്ചെങ്കിലും അത് തന്റെ അധ്യാപകനായ അമ്മാവൻ മോഹൻകുമാർ നൽകിയതാണെന്ന് വെളിപ്പെടുത്തി. ഇത് അന്വേഷണ സംഘത്തെ മോഹൻ മാസ്റ്ററിലേക്ക് എത്തിച്ചു. മോഹന്റെ മൂന്നാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സൈനൈഡ് പൊടിയും മറ്റ് തെളിവുകളും പോലീസ് കണ്ടെടുത്തു. അങ്ങനെ അനിതയിൽ തുടങ്ങിയ പോലീസിന്റെ പാച്ചിൽ 20 സ്ത്രീകളുടെ മരണത്തിന്റെ പേരിലാണ് തട്ടിനിന്നത്. ആ സംഭാഷണങ്ങളുടെയും മറുപുറത്തുണ്ടായിരുന്നത് രക്തദാഹിയായ സീരിയൽ കില്ലർ സൈനൈഡ് മോഹനാണ്. അനിത എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ 2013 വധശിക്ഷ വിധിച്ചു. എന്നിരുന്നാലും 2017 കർണാടക ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. കാസർഗോഡ് സ്വദേശിയായ 25 വയസ്സുള്ള ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലും മോഹൻകുമാറിനെ 2020 കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഇതായിരുന്നു ഇയാളുടെ 20ാമത്തെ കൊലപാതകം. ഇന്ത്യയിലെ ഏറ്റവും ദുഷ്ടരായ സീരിയൽ കില്ലർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ച സൈനൈഡ് മോഹൻ ഇപ്പോൾ കർണാടകയിലെ ഹിൻഡൽഗ ജയിലിൽ തടവിലാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനം. പോലീസ് ഉദ്യോഗസ്ഥനായ SI ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ വിനായകൻ വളരെ ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് ലൗഡായി അഭിനയിക്കാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ പിടിച്ചു നിർത്തി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രെയിനാണ്. എന്നാൽ കളങ്കാവലിൽ അത് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുവെന്നും സംവിധായകൻ ജിതിനാണ് അതിന്റെ ക്രെഡിറ്റ് എന്നുമാണ് വിനായകൻ കളങ്കാവലിന്റെ പ്രീ റിലീസ് ഇവന്റുകളിൽ പറഞ്ഞത്. വിനായകൻ പറഞ്ഞതുപോലെ അന്വേഷണത്തിന്റെ തീവ്രതയും അതിനിടയിലെ നിസ്സഹായതയും അദ്ദേഹം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. യൂണിഫോം ഇല്ലാത്ത പോലീസ് വേഷത്തിൽ മികച്ച പ്രകടനം തന്നെ വിനായകൻ കാഴ്ചവെച്ചു. മമ്മൂട്ടിയോടൊപ്പം വരുന്ന ഫ്രെയിമുകളിലെല്ലാം അദ്ദേഹത്തെ വെല്ലുന്ന അഭിനയമാണ് വിനായകൻ കാഴ്ചവെക്കുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ജിബിൻ ഗോപിനാഥ് എന്ന നടന്റെ സിനിമയിലെ പ്രകടനവും. ആനന്ദ് എന്ന കഥാപാത്രത്തെ അത്രയേറെ ശ്രദ്ധയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തു. കളങ്കാവൽ എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ ഈ DSRയിലെ മധുസൂദനൻ പോറ്റിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ കളങ്കാവലിലെ ആനന്ദിനെ പറ്റി എന്താണ്, ആ ഒരു കഥാപാത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു ആ ഒരു താങ്കൾ പറയുന്നത് കേട്ടാൽ കളങ്കാവൽ കാണാത്തവർക്ക് പോയി ആ സിനിമ കാണാൻ പറ്റണം. ആ ഒരു രീതിയിൽ ആനന്ദ് എന്ന കഥാപാത്രത്തെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? അത് പറഞ്ഞില്ലേ, ഇത് പ്രൊഡക്ഷൻ മമ്മൂട്ടി സാർ തന്നെയായിരുന്നു. അതിലേക്ക് ഒരു ക്യാരക്ടർ പെട്ടെന്നല്ല, എനിക്ക് ഞാൻ ലാസ്റ്റിലാണ് സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. ഈ വേറൊരു 1-2 വേറെ നല്ല ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ ഡേറ്റ് ഇഷ്യൂ കാര്യമൊക്കെ വന്നിട്ട് അങ്ങനെ എന്തൊക്കെയോ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാളിനെ വേണമായിരുന്നു. ആ മൊമെൻറ്റിലാണ് സാർ പെട്ടെന്ന് എൻ്റെ പേര് പറഞ്ഞത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ സിനിമയിലേക്ക് എത്തിയായിരുന്നു. ആനന്ദ് ഒരു രസകരമായ നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ഒന്നത് അതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത് തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ എസ്പെഷ്യലി ഒരു തിരുവനന്തപുരത്തുകാരനും കൂടെ ആയതുകൊണ്ട് തന്നെ ഡയലോഗ്സൊക്കെ പറയാൻ കുറച്ച് ആ ഒരു മൂഡിൽ പറയാൻ പറ്റുന്ന ഒരാൾ എന്നുള്ള ഒരു സംഭവം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു. ഒരു പോസിറ്റീവായിട്ടൊരു സംഭവം അതുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുള്ള ഈ സാറിൻ്റെയും അല്ലെങ്കിൽ വിനായകൻ ചേട്ടൻ്റെയൊക്കെ ക്യാരക്ടറിൻ്റെ കൂടെ ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന അങ്ങറ്റം നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറാണ് ആനന്ദ്. തിയേറ്ററിൽ പോയി കണ്ടാൽ അത് മനസ്സിലാകും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആനന്ദാണ് അതിനകത്ത്. സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയുമായി കാത്തു സൂക്ഷിച്ച സൗഹൃദവും അദ്ദേഹത്തിന് മറക്കാനാവാത്ത അനുഭവമാണ്. മമ്മൂട്ടിക്കൊപ്പം അതുപോലെ തന്നെ വിനായകനൊപ്പമുള്ളൊരു അഭിനയം, അവർക്കൊപ്പമുള്ളൊരു കെമിസ്ട്രി എങ്ങനെയാണ് വർക്കൗട്ട് ആയത്? ഇപ്പോൾ താങ്കൾ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നൊരു ചിത്രമൊക്കെ ഇപ്പോൾ വൈറലാണല്ലോ, ഈ ഖത്തറിൽ നിന്ന് അത്തർ കൊണ്ടുവന്നില്ലേ എന്നുള്ളതൊക്കെ. മമ്മൂട്ടിക്കൊപ്പം എത്രത്തോളം ഒരു സൗഹൃദം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ ഒരു ചിത്രത്തിൽ നിന്നും വ്യക്തമാണ്, ആ ഒരു ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാണെന്ന് തോന്നുന്നു. അതെ, സാറ് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അതിനൊരു പ്രീ റിലീസ് ഇവൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. സിനിമ ഷൂട്ട് കഴിഞ്ഞു, റിലീസിനോടനുബന്ധിച്ച് കൊച്ചിയിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാമിൽ സാറിനെ ഞാൻ സ്റ്റേജിൽ കയറാൻ പ്രിപ്പയർ ആയിരുന്നില്ല. നമുക്കങ്ങനൊരു പറഞ്ഞിരുന്നില്ലാരും. അപ്പോൾ പെട്ടെന്ന് സാറ് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അവിടെ ചെന്ന് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ എനിക്കറിയാത്തൊരു പെട്ടെന്ന് നമ്മൾ ബ്ലാക്ക് ഔട്ടായിപ്പോയി അവിടെ ചെന്നിട്ട്. പക്ഷെ ആ മൊമെൻറ്റിൽ അദ്ദേഹം ചേർത്ത് പിടിച്ച് നിർത്തി എന്നെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ DSRയിൽ എന്തെങ്കിലും ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ മൊമെൻറ്റ് എനിക്കൊരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിട്ട് മാറി. അതിൻ്റെ ആ ഒരു ത്രില്ലിപ്പോഴും അല്ലെങ്കിൽ ആ ഒരു സംഭവം ശരീരത്തിൽ കിട്ടിയൊരു സംഭവം ഇപ്പോഴും അത് മാറിയിട്ടില്ല. ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെ ഭയങ്കരമായിട്ട് തന്നെ കംഫർട്ടാക്കി. അല്ലെങ്കിൽ ഇത്രയും മലയാളത്തിൻ്റെ എല്ലാവരുടെയും ലോകത്തുള്ള സകല മനുഷ്യരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മളെ ഒരു വലിയ സദസ്സിൽ ചേർത്ത് പിടിച്ച് നല്ലത് പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്തേക്കൊരു അംഗീകാരം കിട്ടാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെൻ്റ്. എൻ്റെ ഇതുവരെയും ജീവിച്ചതിലെ ഏറ്റവും നല്ല ദിവസം അതായിരുന്നു.
അത് ഞാനത് ഒരിത് കൊണ്ടും പറയുന്നതല്ല, ആ ഒരു സംഭവം എനിക്ക് കിട്ടി, എനിക്ക് അവിടെ വെച്ചാണ് കിട്ടിയത്. മലയാളത്തിൽ ആദ്യമായി 21 നായികമാർ ഒന്നിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു കളങ്കാവൽ. രജിഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ, മേഘ തോമസ്, മാളവിക മേനോൻ, ഗായത്രി അരുൺ, ധന്യ അനന്യ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയത്. അഭി സുഹാന, നിസ, ത്രിവേദ, സിദ്ധി ഫാത്തിമ, കബനി, സീമ, റിയ, അമൃത, മുല്ലയരസി, കാതറിൻ മരിയ, ബിൻസി എന്നിവരും നിർണായക വേഷങ്ങളിലെത്തി. ഒരുപാട് പേരുണ്ടെങ്കിലും ഒരാൾ പോലും അനാവശ്യമായിരുന്നില്ലെന്ന് പ്രേക്ഷകനെ ബോധിപ്പിക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ ചെറുവേഷങ്ങൾക്ക് പോലും കഥയിൽ അവരുടേതായ ഭാഗം നിർവഹിക്കാനുമുണ്ട്. എന്നാൽ ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ വൈകാരിക സംഘർഷങ്ങളെയും കഥാസന്ദർഭത്തിന്റെ ആഴവും പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തിക്കാൻ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. ഒരു കൂട്ടം സംഭവവികാസങ്ങൾ വെറുതെ പറഞ്ഞു പോകുന്നതിലൂടെ ചിത്രത്തിനൊരു ഡോക്യുമെന്ററി സ്വഭാവം കൈവന്നുവെന്ന് പലരും കുറിച്ചു. കുഞ്ചൻ, ബിജു പപ്പൻ, അസീസ് നെടുമങ്ങാട് തുടങ്ങി ഒരുപാട് കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വന്നു പോകുന്നുണ്ട്. എല്ലാവരും പ്രശംസ അർഹിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവർക്കും അറിയാം, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിലുള്ള ക്യാരക്ടർ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല മമ്മൂക്ക ചെയ്ത്. ചെറിയൊരു ദേഷ്യം തോന്നും, പക്ഷേ മമ്മൂക്ക എന്നുള്ള വ്യക്തിനോടുള്ള ഇഷ്ടം എപ്പോഴും അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പോയി കാണാം. താങ്ക് യു. ഭയങ്കര അടിപൊളി പെർഫോമൻസ് ആണ്. നമ്മൾ ആസ് യൂഷ്വൽ നമുക്കറിയാം മമ്മൂക്കയും വിനായകൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന്. പക്ഷേ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേറെ 2 ആൾക്കാരാണ്. അവരെ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് മൂവി കണ്ടു കഴിഞ്ഞിട്ട്. മലയാളത്തിൽ നല്ലൊരു നായക കഥാപാത്രം മമ്മൂക്ക കമ്പനി കൊടുത്തു. വിനായകൻ അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. കാരണം നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട് വിനായകനും ആവട്ടെ മമ്മൂക്കായിട്ട്. ഇതിൽ ഓരോ കുറച്ച് കഥാപാത്രങ്ങൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടത്തിൽ നമ്മൾ കാണുന്ന പോലെ കുറച്ച് കഥാപാത്രം നായിക കഥാപാത്രം മമ്മൂക്ക കഴിഞ്ഞ ദിവസം 21 നായികമാരായിട്ട് നടന്നു വന്ന പോലെ മലയാള സിനിമ ഒരു 21 നായികമാരെ ഈ സുന്ദരനായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു അഭിനയിക്കാൻ പറ്റിയ എല്ലാ നായികമാർക്കും അവർക്ക് അഭിമാനിക്കാം. ഇത്ര മലയാളത്തിൽ നല്ല സുന്ദരനായിട്ടുള്ള നടൻ. ഒന്നും പറയാനില്ല, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. വിനായക ചേട്ടൻ പറയണ മാതിരി തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പോൾ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞ് അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. പൊളിക്ക് തന്നെ. അപ്പോൾ ഞാൻ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം തൂക്കും. അടുത്ത വർഷം വരെ നിന്ന് കത്തും. അതിനുള്ള പടമുണ്ട്. ഞാൻ സംവിധായകനെ ഇപ്പോൾ കണ്ട് മച്ചാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി സാധനം. മമ്മൂക്ക നിങ്ങൾ വേറെ ലെവല്, വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവൽ. ഇനി സിനിമയുടെ അണിയറ പ്രവർത്തകരിലേക്ക് കടക്കുകയാണെങ്കിൽ ചിത്രത്തിന്റെ ഒഴുക്കിനെ തീരുമാനിക്കുന്നതിൽ ഫൈസൽ അലിയുടെ ഛായാഗ്രഹണത്തിന് നിർണായക പങ്കുവഹിക്കാനായിട്ടുണ്ട്. ചിത്രം ആവശ്യപ്പെടുന്ന രീതിയിൽ പശ്ചാത്തല സംഗീതത്തിലൂടെ മുജീബ് മജീദും കയ്യടികൾ നേടിക്കഴിഞ്ഞു. ക്രൈം ഡ്രാമ ജോണറിൽ മികവ് തെളിയിച്ച മുജീബ് മജീദ് തന്റെ ശക്തി മേഖലയിൽ ഒരിക്കൽ കൂടി കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുകയാണെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു. സ്റ്റാൻലി ദാസിന്റെ കുടിലതകൾക്ക് ഇതിലും മികച്ചൊരു പശ്ചാത്തല സംഗീതം ഇനി ലഭിക്കാനില്ല. പ്രവീൺ പ്രഭാകറാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്രൈം ത്രില്ലർ ജോണർ എന്ന നിലയിൽ പ്രേക്ഷകരെ ചിത്രത്തിൽ പിടിച്ചിരുത്താൻ പ്രവീണിന് സാധിച്ചിട്ടുണ്ട്. കളക്ഷനിൽ മികച്ച കുതിപ്പ് തന്നെ കാഴ്ചവെക്കാൻ സിനിമയ്ക്കും സാധിക്കുന്നുണ്ട്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബിൽ എത്തിയിരുന്നു. ചിത്രം പുറത്തിറങ്ങിയ 13 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 80 കോടിക്കടുത്ത് കളക്ഷൻ നേടാൻ കളങ്കാവലിനായിട്ടുണ്ട്. മലയാള സിനിമയുടെ വിസ്മയം മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിക്കുകയാണ്. 5 പതിറ്റാണ്ടിലേറെയായി അഭിനയ രംഗത്ത് തുടരുന്ന അദ്ദേഹം സമീപകാലത്ത് പരീക്ഷണാത്മകമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വിനായകൻ നായകനായി എത്തിയ ചിത്രമാണ് കളങ്കാവൽ. ഈ ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ മമ്മൂട്ടിയുടെ പ്രകടനം സിനിമാ ലോകത്ത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. സ്റ്റാൻലി എന്ന കഥാപാത്രമായി അദ്ദേഹം നടത്തിയ പ്രകടനം ആരാധകർ ഏറ്റെടുത്തതോടെ ചിത്രം വിജയകരമായി മുന്നേറുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഡിസംബർ 5 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത്. ആദ്യ ദിനം മുതൽ മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയത്. ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത്. ട്രാക്കിംഗ് സൈറ്റായ സാക് നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം റിലീസ് ചെയ്ത് വെറും 4 ദിവസത്തിനുള്ളിൽ ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് 12 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 100 കോടിയിലേക്ക് അടുക്കുകയാണ് ആഗോളതല കളക്ഷൻ. ഇതിൽ വിദേശ വിപണിയിൽ നിന്ന് മാത്രം 40 കോടിയോളം രൂപയും കേരളത്തിൽ നിന്ന് 35 കോടിയോളം രൂപയും ചിത്രം വാരിക്കൂട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് 2 കോടിയിലധികം രൂപ നേടിയ ചിത്രം മമ്മൂട്ടിയുടെ താരമൂല്യം ഇതര സംസ്ഥാനങ്ങളിലും എത്രത്തോളം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്.
ചിത്രം 200 കോടി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ചിത്രം എത്തിയത് മുതൽ തന്നെ മികച്ച പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മമ്മൂട്ടിയുടെ പ്രതിനായക കഥാപാത്രത്തിലൂടെ ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും. അങ്ങനെ ഗംഭീര വിജയം നേടി മുന്നേറുന്ന സിനിമയുടെ OTT വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. മലയാള സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വരവിനായാണ്. മമ്മൂട്ടിയുടെ പ്രതിനായക വേഷം തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം. ഒപ്പം നായകനായി വിനായകൻ എത്തുന്നു എന്നതും ഏവരെയും ത്രസിപ്പിച്ചു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഡിസംബർ 5-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത്. സിനിമ റിലീസായി 13 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം 5 കോടി രൂപയാണ് ചിത്രം നേടിയത്. പിന്നാലെ കളക്ഷനിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചിത്രം 50 കോടി ക്ലബ്ബ് ഒരാഴ്ചക്കുള്ളിൽ പിന്നിട്ടു. ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇതിനോടകം 34.27 കോടി രൂപയാണ് നേടിയത്. ആഗോളതലത്തിൽ നിന്ന് 80 കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ 1-ലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും 1-ൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം കൈകാര്യം ചെയ്തത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഈ സിനിമയിൽ തനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോൾ പോലീസ് ഓഫീസറുടേതാണെന്നും അത് തന്നെക്കാൾ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് തോന്നിയത് മമ്മൂട്ടി കളങ്കാവലിന്റെ പ്രീ റിലീസ് ചടങ്ങിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി വിനായകനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് വിശ്വാസമായില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു. മമ്മൂട്ടിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും വിനായകൻ സ്റ്റാൻലി ദാസും മമ്മൂട്ടി ജയകൃഷ്ണനുമായിരുന്നെങ്കിലെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതങ്ങോട്ട് ഇനി ദഹിക്കണമെന്നില്ല. കാരണം ശൃംഗാരവും ലാസ്യവും കുടിലതയും പൈശാചികതയും നിസ്സഹായതയും ഒക്കെ ഒരാളിൽ നിന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. അത് സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതുമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.